ിൽ കടുവയുടെ സാന്നിധ്യം. കുളുക്കുമല ടൂറിസം മേഖലയ്ക്ക് സമീപത്ത് തമിഴ്നാട് അധീന മേഖലയിൽ ആണ് കടുവയെ കണ്ടത്. സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്തിന് സമീപത്താണ് കടുവ എത്തിയത്. പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, വലിയ അപകട സാധ്യതയാണല്ലോ മുന്നിലുള്ളത്, പ്രത്യേകിച്ച് സഞ്ചാരികളൊക്കെ എത്തുന്ന സ്ഥലത്ത് തന്നെ. ഈ കടുവയുടെ ദൃശ്യങ്ങളിൽ വലിയ കടുവയെ തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. സുരേഷ്, തീർച്ചയായും ചിന്നക്കനാൽ കൊളുക്കുമല മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനപ്രദേശമാണ്, അല്ലെങ്കിൽ സംരക്ഷിത മേഖലയാണ്. എങ്കിലും ഈ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു മേഖലയിൽ നിന്നും വളരെ ദൂരെ അല്ലാത്തൊരു പ്രദേശത്താണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിൽ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ സഞ്ചാരികളൊക്കെ പോകുന്നുണ്ട്, ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ട്രക്കിംഗ് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന റിയാസ് എന്ന ആളുടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. അയാൾ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുക, വീഡിയോ എടുത്തു പോവുകയായിരുന്നു. ആ നിമിഷങ്ങളിലാണ് ഇപ്പോൾ ഇങ്ങനെ കടുവയെ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായത്. എന്തായാലും കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമ്പോൾ അത് തമിഴ്നാട് വനമേഖലയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. എന്നാലും ഈ മേഖലയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കടുവ ഈ ജനവാസ മേഖലയോടൊക്കെ ചേർന്ന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉള്ള പ്രദേശമാണ്. പ്രത്യേകിച്ചും രാവിലെയൊക്കെ സഞ്ചാരികൾ കൊളുക്കുമല അടക്കമുള്ള മേഖലകളിലേക്ക് എത്താറുണ്ട്. കൂടുതലായും സഞ്ചാരികൾ എത്തുന്നത് പുലർച്ചെയുള്ള സമയങ്ങളിലൊക്കെയാണ്. അതുകൊണ്ടും ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യത്തിന്റെ കനാൽ മേഖലയുണ്ട്. എന്നാൽ ഇതും ഒരു നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. അഭിലാഷ്, യെസ്, ഇതിലിപ്പോൾ പ്രിൻസ്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ സഞ്ചാരികൾ എത്തുന്ന പ്രദേശം എന്നുള്ളതാണ്. പ്രിൻസ് തന്നെ സൂചിപ്പിച്ചു അത് സംരക്ഷിതമായ മേഖലയാണ് എന്ന്. സാധാരണ നിലയിൽ സംരക്ഷിത മേഖലയിലേക്ക് അങ്ങനെ പ്രവേശനം അനുവദിക്കാറില്ല. എങ്കിലും ഒരു പരിധിവരെയൊക്കെ ആളുകൾ ആ പ്രദേശത്തേക്കൊക്കെ എത്തുകയും അങ്ങനെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുമില്ല. ഇപ്പോൾ ഈ കടുവയെ കണ്ട ഈ പ്രദേശം, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകരുമായി ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന ഇടം, അത് സഞ്ചാരികളൊക്കെ പോകുന്നൊരു പാതയും അങ്ങനെ ഒരു പ്രദേശവുമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി സഞ്ചാരികൾ എത്തുന്ന ഇടത്ത് തന്നെയാണോ ഈ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്, അതെയോ ആ പരിസര പ്രദേശത്തെ എന്നാണോ പറയാൻ പറ്റുക? അഭിലാഷ്, ഈ വനമേഖലയിൽ ഉൾപ്പെടുന്ന ഒരു പുൽമേട് നിറഞ്ഞ ഒരു മലമുകളിലാണ് ഈ കടുവയെ കണ്ടെത്തിയത്. തുടർച്ചയായി പതിവായി സഞ്ചാരികൾ എത്തുന്ന മേഖലയില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ സഞ്ചാരികൾ ട്രക്കിങ്ങിന് പോകുന്നവരൊക്കെ തനിയൊക്കെ ഈ പ്രദേശത്തൂടെ കടന്നു പോകാറുണ്ട്. എന്നാലും തീർച്ചയായും തുടർച്ചയായി യാത്രക്കാർ എത്തുന്ന ഒരു മേഖലയല്ല. എങ്കിൽ പോലും ഇതിനൊരു ആശങ്ക എന്നത് പ്രത്യേകിച്ചും കൊളുക്കുമല അടക്കമുള്ള പ്രദേശങ്ങൾ അധികം ദൂരമല്ലാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ മേഖലകളിലേക്ക് കടുവ എത്തുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്നാൽ വനം വകുപ്പ് പറയുന്നത് ഈ മേഖലയിലൊക്കെ സാധാരണ കടുവ എത്താറുണ്ട് എന്നൊരു സൂചന വനം വകുപ്പ് പറയുന്നുണ്ട്. എങ്കിൽ പോലും പുലിയുടെ അടക്കം സാന്നിധ്യം ജനവാസ മേഖലയിൽ പതിവായി ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി കുറച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചിന്നക്കനായിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ കടുവയെ ഈ മേഖലയിലൊക്കെ കാണുന്നത്. അത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അഭിലാഷ്, യെസ്, ഈ നിലവിൽ ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുകയോ മുന്നറിയിപ്പുകൾ നൽകുകയോ ചെയ്തിട്ടുണ്ടോ? അഭിലാഷ്, അത്തരത്തിലുള്ള നടപടികളില്ല. എന്തായാലും പുലർച്ചെ അടുപ്പിച്ചുള്ള ഒരു സമയത്താണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നീട് രാത്രി ഈ തുറന്ന് വനമേഖലയിലേക്ക് ഇത് തിരികെ പോകാമെന്നൊരു നിഗമനമുണ്ട്. എങ്കിലും അല്ലെങ്കിൽ തന്നെ ഈ പ്രദേശത്തോടൊക്കെ ചേർന്ന് വരാറുണ്ട് എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒപ്പം തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ അതിലുള്ള പ്രദേശമാണെന്നും വനംവകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പം സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ഒരു മേഖലയിൽ നിന്ന് അല്പം മാറിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തിയിട്ടില്ല. എങ്കിലും ഈ മേഖലയിലേക്ക് കൂടുതൽ അടുക്കുമോ എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ചിന്നക്കനാൽ അടക്കമുള്ള തോട്ടമേഖലയാണ്. പ്രത്യേകിച്ചും വളർത്തുമൃഗങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കന്നുകാലികളൊക്കെയുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിലേക്ക് എത്തിയതുപോലെ തന്നെ കടുവയും ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയും ജനങ്ങളിൽ നിലനിൽക്കുന്നു. പുലി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ പലതവണ ഈ ചിന്നക്കനാൽ മേഖലയിൽ എത്തിയിരുന്നു. മുൻപൊന്നും പുലിയുടെ സാന്നിധ്യം അങ്ങനെ അധികമായൊന്നും ചിന്നക്കനാൽ കാണുന്നുണ്ടായിരുന്നില്ല. അതിനോട് തുടർന്നാണ് ഇപ്പോൾ കടുവയുടെ ഒരു സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്തായാലും മറ്റ് നടപടികളിലേക്കൊന്നും അല്ലെങ്കിൽ മുന്നറിയിപ്പുകളിലേക്കൊന്നും വനംവകുപ്പ് പ്രാദേശിക ഭരണകൂടങ്ങളൊന്നും നീങ്ങിയിട്ടില്ല. അഭിലാഷ്, തീർച്ചയായും പ്രിൻസ് സൂചിപ്പിക്കുന്നത് പോലെ ഈ വളർത്തുമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ പുലിയുടെ സഞ്ചാരമുണ്ടാകാറുണ്ട്. അതുമാത്രമല്ല, ഈ ഒരേ പ്രദേശത്ത് തന്നെ തുടർച്ചയായി ഈ മൃഗങ്ങൾ എത്തുന്ന സാഹചര്യം അത് പലപ്പോഴും നമ്മൾ വാർത്തകളിൽ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കൂടുകൾ സ്ഥാപിച്ച് കൃത്യമായി പിടികൂടാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇനിയും ഇത്തരത്തിൽ കടുവയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളോ ഒക്കെ വരുവാനുള്ള സാധ്യത കൂടുതലല്ലേ? ഈ ട്രക്കിങ്ങിനൊക്കെ എത്തുന്നവർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടോ യഥാർത്ഥത്തിൽ?
അഭിലാഷ്, അങ്ങനെയുള്ള യാതൊരു മുന്നറിയിപ്പുകളും ഇതുവരെ ആളുകൾക്ക് നൽകാറില്ല. പ്രത്യേകിച്ച് കൊളുക്കുമലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ ഒരുമിച്ചെത്തുന്ന ഒരു മേഖലയാണ്. ട്രെക്കിങ്ങിന് വളരെ കുറച്ച് പേരാണ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ ചേർന്ന് ചെറു സംഘങ്ങളായോ പോകാറുള്ളത്. സാധാരണ ഈ ജീപ്പ് ട്രെക്കിങ്ങിന് എത്തുന്നവരാണ് ഈ കൊളുക്കുമല മേഖലയിലേക്ക് കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ നടന്ന് മല കയറുന്ന ആളുകളുമുണ്ട്. ഈ നടന്ന് മല കയറുന്ന ആളുകളാണ് മിക്കപ്പോഴും കൊളുക്കുമല കൂടാതെ മറ്റു പ്രദേശങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാറുള്ളത്. വിവിധ മലമുകളിലൂടെയൊക്കെ സഞ്ചരിക്കാറുണ്ട്. പുൽമേടുകൾ കയറി നടക്കാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആണ് ഇത്തരത്തിൽ കടുവയുടെ മുൻപിലേക്കൊക്കെ അകപ്പെടാനുള്ള സാധ്യത. ഇന്ന് തന്നെ ഈ ദൃശ്യങ്ങൾ വളരെ ഔചാരികമായാണ് റിയാസ് മൊബൈലിൽ പകർത്തിയത്. മേഖലയുടെ ദൃശ്യങ്ങൾ ഇയാൾ മൊബൈലിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് പുൽമേടിന്റെ ഒരു സൈഡിൽ, മലമുകളിൽ ഒരു സൈഡിലായി കടുവ കിടക്കുന്നത് കാണുകയും അവിടെ തിരിച്ചു പോരുകയുമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ കാൽനടയായി പോകുന്ന മലമുകളിലേക്ക് കയറുന്ന ആളുകളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൊളുക്കുമലയിൽ ജീപ്പ് സഫാരി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ട്രെക്കിങ്ങിനായി നടന്നു പോകുന്നവരും നിരവധി ആളുകളുണ്ട്. അത്തരത്തിൽ ഒന്നോ രണ്ടോ പേർ ചേർന്നുള്ള ചെറു സംഘങ്ങളായൊക്കെ ഈ മല കയറുന്നവരുണ്ട്. അവരൊക്കെ ഈ സംരക്ഷിത മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന പ്രദേശത്ത് നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ടോ എന്നതും നിരീക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം ആണെന്ന് കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അഭിലാഷ്, ഒപ്പം പ്രിൻസ്, ഇതേ പ്രദേശത്ത് തന്നെ, പ്രിൻസ് നേരത്തെ സൂചിപ്പിച്ചു, ഇതേ പ്രദേശത്ത് തന്നെ നേരത്തെയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലം ഉണ്ട് എന്ന്. അപ്പോൾ ഈ സംരക്ഷിത മേഖലയാണ്, അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നുണ്ട് എങ്കിൽ അത് നിയമപരമായി നോക്കിയാൽ തെറ്റാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ ട്രക്കിംഗ് പോലെയുള്ള നടത്തുന്ന സാഹസിക സഞ്ചാരികളൊക്കെ പല പ്രദേശങ്ങളിലും ചെല്ലാറുണ്ട്. അവരങ്ങനെ വളരെ കൃത്യമായിട്ട് ഏതാണ് ഇതിൻ്റെ ബോർഡർ എന്നൊന്നും തിരിച്ചറിയാറില്ല. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? അധികാരികൾ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല, മുന്നറിയിപ്പുകൾ നൽകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഈ ഇത്തരത്തിൽ കേരളത്തിൽ ഈ ഒരു സാഹചര്യം നമ്മൾ ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ നാട്ടുകാർ കേരളത്തിലെ വനംവകുപ്പിനോടൊക്കെ അടക്കം ചൂണ്ടിക്കാട്ടുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇത് തമിഴ്നാട് മേഖലയാണെന്ന് തന്നെയാണ് ആദ്യമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. അപ്പം മറ്റു പ്രദേശങ്ങളിലേക്ക് അവർ കടന്നിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഇടുക്കിയിലെ വിവിധ ട്രെക്കിംഗ് പോയിന്റുകളിലേക്കൊക്കെ ആളുകൾ കയറുമ്പോൾ അവർ സാധാരണഗതിയായി ഈ പുൽമേടുകൾ കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട്. അത് പലപ്പോഴും സംരക്ഷിത പ്രദേശങ്ങളാവാം, റവന്യൂ ഭൂമിയാവാം, വനമേഖലയിൽ ഉൾപ്പെടുന്ന മേഖലയാകാം. അങ്ങനെ ആളുകൾക്ക് മാറി മാറി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കൃത്യമായ ബൗണ്ടറികളൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആളുകൾ യാത്ര ചെയ്യാറുള്ളത്. പല പ്രദേശങ്ങളും കൃത്യമായ ഒരു ട്രെക്കിംഗ് പോയിന്റ് ഒന്നും ഇടുക്കിയിൽ ഈ ടൂറിസം മേഖലയിലില്ല. വളരെ ചുരുങ്ങിയ മേഖലകളിൽ മാത്രമാണ് കൃത്യമായി ഗൈഡുകളുടെ ഒരു നിർദ്ദേശപ്രകാരമൊക്കെയുള്ള ട്രെക്കിംഗ് നടക്കുന്നത്. അല്ലാതെ നിരവധി ആളുകൾ പല മേഖലകളിൽ നിന്നും എത്തി ഈ മലകയറ്റമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ അപകടങ്ങളിൽ ചെന്നുപെടാനോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ മുമ്പിൽ അകപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട്. അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് ഇടുക്കിയിലേക്ക് വരുന്ന ട്രെക്കിങ്ങിനൊക്കെയായി മാത്രം ഇടുക്കിയിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് നൽകേണ്ട ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഈ കടുവയുടെ ഒരു സാന്നിധ്യം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും കടുവ കൂടുതൽ അപകടകാരിയായ വന്യമൃഗമാണെന്നിരിക്കുന്നത് തന്നെ ഇത്തരം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പം പുലിയുടെ സാന്നിധ്യവും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മേഖലയിൽ, ജനവാസ മേഖലയിൽ, പ്രത്യേകിച്ച് ചിന്നക്കനാലിലെ തോട്ട മേഖലയിൽ ഉണ്ട് എന്നുള്ളതുകൂടി ഒരു വസ്തുതയാണ്. ഇതോടൊപ്പം തന്നെ കടുവ അടക്കമുള്ള മൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയും ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രിൻസ് ജെയിംസ് നൽകിയത്.